സർ, ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിന് എങ്ങനെയാണ് ബി.ജെ.പി. ഇപ്പോൾ സമീപിക്കുന്നത്? അല്ല, അതിൽ ഒരു വലിയൊരു ദുരൂഹതയുണ്ട്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായി ശബരിമലയിൽ ഏതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിടെ നടന്നു പോകുന്ന കാര്യങ്ങളിൽ എന്ത് ചെറിയ വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിലോ കോടതിയുടെ ഒരു പെർമിഷൻ വാങ്ങാറുണ്ട്. കോടതിയുടെ ഇടപെടൽ പല കാര്യങ്ങളും ഉണ്ടാകാറുണ്ട്. അതെന്തുകൊണ്ടാണ്? മുൻപ് ദേവസ്വം ബോർഡ് മാത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വ്യാപകമായ ക്രമക്കേടുകളും ഭക്തരുടെ സൗകര്യങ്ങളൊക്കെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ഹൈക്കോടതി പല കാര്യങ്ങളും ഇടപെട്ടത്. അതിലൂടെ വളരെ വലിയൊരു ആശ്വാസം ഭക്തർക്കും സമൂഹത്തിനും നൽകുവാൻ കഴിഞ്ഞു. ഒരുപാട് സാമ്പത്തിക ക്രമക്കേടുകളെ തിരുത്താനും സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം നിലവിലിരിക്കെ ഒരു ജില്ലാ ജഡ്ജി തന്നെ ശബരിമലയുടെ കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുവാൻ വേണ്ടി ഉണ്ടായിരിക്കെ ഇതിനൊക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ട്, തകിടം മറിച്ചുകൊണ്ട് ഈ പാളികൾ കൊണ്ടുപോയതിൽ വളരെ വലിയൊരു ദുരൂഹതയുണ്ട്. ബി.ജെ.പിയുടെ നിലപാട് വളരെ വ്യക്തമായി കഴിഞ്ഞല്ലോ. ഇപ്പൊ ഭക്തജനങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ ഇത്. തീർച്ചയായിട്ടും. അപ്പം അതിൽ ഇപ്പോ സർക്കാർ എങ്ങനെയാണ് ഈ നിലപാടിനോട് സമീപിക്കുന്നത്? അല്ല, സർക്കാർ എന്തായാലും ഹൈക്കോടതിയിലെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ കോടതി കൃത്യമായിട്ട് ചില വിവരങ്ങൾ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കേസ് വരുമ്പോഴേക്കും നമുക്ക് കാര്യങ്ങൾ നോക്കാം. തീർച്ചയായിട്ടും അതിൽ ദുരൂഹതയുണ്ട് എന്ന് ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഹൈക്കോടതിയിലെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അടുത്ത കേസ് വരുന്ന ദിവസമാണ് കോടതിയുടെ നിരീക്ഷണം നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഗവൺമെന്റ് എന്ത് പറയും, ദേവസ്വം ബോർഡ് എന്ത് പറയും നോക്കട്ടെ. ഇപ്പോ 2019 സ്വർണ്ണപ്പാളിയുടെ പണി പൂർത്തിയായപ്പോ അവര് പറഞ്ഞത് 40 വർഷത്തെ വാറന്റിയാണ്. പക്ഷെ ഇപ്പൊ ഒരു 6 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പൊ കേടുപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവര് ചെന്നൈയിലേക്ക് അയക്കുന്നതിൽ എന്ത് കഴമ്പാണുള്ളത്? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഞാൻ ദുരൂഹത എന്നുള്ള വാക്ക് ഉപയോഗിച്ചപ്പോൾ തന്നെ എല്ലാം ഉണ്ടല്ലോ. 40 വർഷം വാറണ്ടി ഉണ്ട് എന്ന് പറയുന്ന ഒരു ഉപകരണം, അത് 6 വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ ഡാമേജ് വന്നുവെങ്കിൽ അതെന്താണെന്നുള്ളതിൽ കൃത്യമായിട്ട് അന്വേഷിക്കണം. നിർമ്മാണ സമയത്തുണ്ടായ പ്രശ്നങ്ങളാണോ അതോ ഇപ്പോൾ മറ്റെന്തെങ്കിലും ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അത് കൊണ്ടുപോയത്? ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഇക്കാര്യങ്ങളൊക്കെ വരുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണല്ലോ ശബരിമല. തീർച്ചയായിട്ടും. തുടർച്ചയായി ഇങ്ങനെ വിവാദം വരുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് അവിടുത്തെ ഭക്തജനങ്ങളെയും അവിടുത്തെ ഇതിനെയൊക്കെ ബാധിക്കുന്നതല്ലേ? ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, വിശ്വാസികളല്ല പലപ്പോഴും ശബരിമലയുടെ ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരായിക്കോട്ടെ, ഭരിക്കുന്ന സർക്കാരുകളായിക്കോട്ടെ, സർക്കാരുകളിൽ പോലും യാതൊരു തരത്തിലും വിശ്വാസം കാത്തുസൂക്ഷിക്കാത്ത മന്ത്രിമാരാണ് പലപ്പോഴും ശബരിമലയെ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ചില മന്ത്രിമാർ ശബരിമലയിൽ സോപാനത്തിൽ നിന്നിട്ട് ദീപാരാധന സമയത്തൊന്ന് അകത്തോട്ട്, വിഗ്രഹത്തിന്റെ അകത്തോട്ട് അടുത്ത് നേർക്ക് നോക്കാനോ അല്ലെങ്കിൽ ഒന്ന് കൈയെടുത്ത് തൊഴാനോ പോലും തയ്യാറാകാതെ ഇരുന്ന മന്ത്രിമാർ സോപാനത്തിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ശബരിമലയുടെ ഭരണം നടത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് വിവാദങ്ങൾ ശബരിമല ചെന്നപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് CPM-ഉം LDF സർക്കാരും മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയ യുവതീ പ്രവേശം, ആ വിഷയം വിശ്വാസികളുടെ ഒക്കെ തന്നെ മനസ്സിൽ കാര്യമായി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശബരിമലയുടെ പ്രാധാന്യം തകർക്കുക, ശബരിമലയെ ഇകഴ്ത്തിക്കാട്ടുക, അതിലൂടെ നമ്മുടെ ഉയർന്നു വരുന്ന ഒരു വിശ്വാസത്തെ തടസ്സപ്പെടുത്തുക, ഹൈന്ദവ വിശ്വാസങ്ങളെയും ഹൈന്ദവ ആചാരങ്ങളെയും തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു ദീർഘമായുള്ള ഒരു ഗൂഢാലോചന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ട്. അതിന് ചില ഹൈന്ദവ വിരുദ്ധ തീവ്രവാദ കക്ഷികൾ പ്രേരണ നൽകുന്നുണ്ട്. കൃത്യമായിട്ട് CPM-ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് CPM അതിന് കാരണമായി കാണുന്നത്. ഇപ്പൊ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉത്തരവില്ലാതെ അറ്റകുറ്റപ്പണികൾക്കായി അയക്കരുത് എന്നുള്ളൊരു ഉത്തരവ് വന്നിട്ടുണ്ടല്ലോ, വിധി വന്നിട്ടുണ്ടല്ലോ. അത് നിലനിൽക്കെ ദേവസ്വം ബോർഡും സർക്കാരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു കളിയാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇതിന്റെ പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. ഒന്ന്, വിവാദം സൃഷ്ടിക്കുക എന്നുള്ളത് ശബരിമലയുടെ വർഷങ്ങളായുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എല്ലാ കാര്യങ്ങളിലും ശബരിമലയെ വിവാദത്തിൽപ്പെടുത്തുക, മറ്റുള്ള ഒരു മതത്തിന്റെയും ആരാധനാലയങ്ങളെ പരിപാലിക്കുന്നത് പോലെ ശബരിമലയെ പരിപാലിക്കാതിരിക്കുക എന്നുള്ളത് മാറി വരുന്ന സർക്കാർക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു മുഖമുദ്ര തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഈ പാളികൾ കൊണ്ടുപോകുന്ന കാര്യത്തിൽ മാത്രമല്ല, ശബരിമലയിൽ ഏതു തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെയും നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സാധ്യമാകൂ എന്നിരിക്കെ അത് ബോധപൂർവം അതിനൊക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഈ കാര്യം നടത്തിയതിന്റെ പിന്നിൽ വലിയൊരു ദുരൂഹതയുണ്ട്.
ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ അത് ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കുന്ന ഒന്നായിട്ട് തോന്നുന്നുണ്ട്. അല്ല, ഭക്തജനങ്ങളുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്നു പ്പെടുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ ശബരിമലയിൽ ഇതൊക്കെ എന്തൊക്കെ ചെയ്താലും, ശബരിമലയെ തകർക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിൽ പരിശ്രമിച്ചാലും അവിടത്തേക്കുള്ള ഭക്തരുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുവാനോ ഭക്തരുടെ നാൾക്കുനാൾ ശബരിമലയിലുള്ള വിശ്വാസത്തെ കുറയ്ക്കുവാനോ അല്ലെങ്കിൽ ശബരിമലയുടെ ചൈതന്യത്തിന് കേടുവരുത്താനോ ആരും വിചാരിച്ചാൽ സാധിക്കില്ല. 40 വർഷത്തെ വാറന്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതെ. അപ്പം ഇപ്പൊ 6 വർഷം കഴിയുന്നതേ ഉള്ളൂ. അപ്പൊ ഇവര് പറയുന്ന കാരണം ഭക്തജനങ്ങള് നാണയത്തൊട്ടുകൾ എറിഞ്ഞ അറ്റകുറ്റപ്പണി കേടുപാട് പറ്റിയിട്ട് അറ്റകുറ്റപ്പണിക്കായി അയച്ചെന്നാണ്. അപ്പൊ അതിൽ എന്ത് വാസ്തവമാണ്? അല്ലെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് ഹൈക്കോടതിയെ അതിനു മുമ്പ് ബോധ്യപ്പെടുത്തുക ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അറ്റകുറ്റൽ പണികൾ ഇത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും പ്രസിഡന്റ് ചേർന്നുകൊണ്ട് രാത്രി ചെയ്യേണ്ട കാര്യമാണ്? അത് ഹൈക്കോടതി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്കും ഒക്കെ തന്നെ ബോധ്യം വരുമല്ലോ. ഇങ്ങനെ പറഞ്ഞ നാണയത്തൊട്ടുകൾ വലിച്ചെറിഞ്ഞാണ് ഇതിന് ഡാമേജ് വന്നതെന്നാണ്, അതാണ് അവരുടെ നിരീക്ഷണമെങ്കിൽ ഹൈക്കോടതി പറഞ്ഞ ബോധ്യം വരുമല്ലോ. ഇത് വെളി പറയാൻ പറ്റാത്ത കാര്യമൊന്നുമല്ലല്ലോ. നാണയത്തൊട്ടുകൾ വലിച്ചെറിഞ്ഞ് ഡാമേജ് വന്നത് പുറത്തു പറയാൻ പറ്റാത്ത കാര്യമൊന്നുമല്ലല്ലോ. എന്ത് പറയാൻ തയ്യാറായില്ല? അവിടെയാണ് ദുരൂഹത എന്നുള്ള വാക്യം ഉപയോഗിച്ചത്.